ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്ററായിട്ടുള്ള 1181 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ വൺ പീസ് വീഡിയോസിനും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ട സപ്പോർട്ട് തന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള മോട്ടിവേഷൻ. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ 7000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതിന് 8000, 9000, 10000 ഒക്കെ ആവാൻ നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും എന്നും എൻ്റെ ഒപ്പം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. സോ ഇനി ഒട്ടും തന്നെ സമയങ്ങളായ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ സോവിലെ ക്യാരറ്റ് കുറേ സ്രാവുകളുടെ പുറത്തിങ്ങനെ ചവിട്ടി പാട്ട് പാടിക്കൊണ്ട് കടൽ ക്രോസ് ചെയ്യുന്നതാണ് നമ്മുടെ കവർ ഫോട്ടോ. ഇപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മളെ കാണിക്കുന്നത്. ഓറസ്റ്റ് കൊട്ടാരത്തിൽ ഹരാൾഡ് മരിക്കുന്ന ആ ദിവസം. ഈ എൽബാഫിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട രാജാവാണ് ഞാൻ. ലോക്കി, എന്നെ കൊന്ന് ഈ സിംഹാസനം നീ ഏറ്റെടുക്കൂ എന്ന് ഹരാൾഡ് പറയുന്നു. ഇപ്പോൾ പ്രസന്റിൽ ഈ സംഭവം ഓർത്തെടുത്തുകൊണ്ട് നിൽക്കുന്ന ലോക്കി ഇമ്മുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മരിക്കുമ്പോൾ എൻ്റെ അച്ഛന് 144 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജയന്റിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 300 വയസ്സ് വരെയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരുപാട് നേരത്തെ ആയിപ്പോയി എൻ്റെ അച്ഛൻ്റെ മരണം. അദ്ദേഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊലയ്ക്ക് കൊടുത്തത് അത് നീയാണ്, എന്താ ശരിയല്ലേ? ഹരാൾഡിന്റെ മരണം മൂലം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് മൂവിനാണ് എന്ന് ഇമു പറയുന്നുണ്ട്. ഇപ്പോൾ ലോക്കിയോട് അന്ന് ഓറസ്റ്റ് കൊട്ടാരത്തിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ഹരാൾഡ് പറഞ്ഞിരുന്നല്ലോ, അതായത് മരണശേഷം എന്നെപ്പറ്റി ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിനൊന്നുമല്ല ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഈ എൽബാഫിന്റെ ഭാവിക്കാണ്. ഇപ്പോൾ ഹരാൾഡ് ഈ ചെയ്ത സാക്രിഫൈസ് ഒക്കെ ഓർത്ത് ആകെ വിഷമിച്ച ലോക്കി ആ റാഗ്നർ വെച്ചിട്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അന്ന് ശരിക്കും അവിടെ വെച്ച് നീ എൻ്റെ അച്ഛനെ എന്താ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മാസീവായിട്ടുള്ള ഇടിമിന്നൽ സമ്മൺ ചെയ്ത് അതിനെ റാഗ്നറിൽ കോട്ട് ചെയ്ത് ഇമുവിനെ അടിക്കാനാണ് ലോക്കിയുടെ പ്ലാൻ. അങ്ങനെ ഇപ്പോൾ മാസീവായിട്ടുള്ള ഒരു നെയ്മഡ് അറ്റാക്ക് ലോക്കി ഇമുവിന് നേരെ അങ്ങ് ലോഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ലോക്കി ഇങ്ങനെ ഈ ഹാമർ കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇമു ആ ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലുള്ള ബ്ലാക്ക് ഫ്ലെയിം, അതായത് ഒരു ഒമൻ സമ്മൺ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അത് വെച്ചിട്ട് ലോക്കിയുടെ ആ മാസീവായിട്ടുള്ള ഇടിമിന്നലിന്റെ അറ്റാക്ക് ഇമു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ടായ ഒരു ക്ലാഷ് എൽബാഫിന്റെ ഒരു വലിയ റേഡിയസിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബോണി ഇപ്പോൾ സാഞ്ചിയെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണാം. ലിലിത്തും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജിംബെയും നാമി അവരെല്ലാം നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ചെല്ലുന്നുണ്ട് ഈ ഉണ്ടായ ക്ലാഷിന്റെ. ഇപ്പോൾ ഇത്രയും വലിയൊരു അറ്റാക്ക് ഇമു കൂളായിട്ട് ബ്ലോക്ക് ചെയ്തത് കണ്ടിട്ട് ലോക്കി അമ്പരക്കുന്നുണ്ട്. എങ്ങനെയാ നിന്നെ കൊണ്ട് ഇതിന് സാധിച്ചത്? എന്താ ഈ ബ്ലാക്ക് ഫ്ലെയിംസ്? നിന്റെ എബിലിറ്റി എന്താ എന്നൊക്കെ ഇമുവിൻ്റെ അടുത്ത് ലോക്കി ചോദിക്കുന്നു. ഒമൻ, അതാണ് മൂവിൻ്റെ വജ്രായുധം എന്ന് ഇമു പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ കുറേ ഒമൻ ഫ്ലെയിംസ് ഇമു ഇങ്ങനെ കയ്യിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ എൻലാർജ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്കിയുടെ ആ ഒരു സൈസിലേക്ക്, ആ ഒരു ജയന്റ് സൈസിലേക്ക് ഇമുവും വന്നിരിക്കുകയാണ്. നിനക്ക് നിന്റെ ശരീരം വലുതാക്കാനും കഴിയുമോ എന്ന് ചോദിച്ച് ലോക്കി അമ്പരക്കുന്നുണ്ട്. ഇപ്പോൾ ഇമുവിൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പണിലെ ഒമൻ ഫ്ലെയിംസ് ഒരു ബോൾ ഷേപ്പിൽ, അതായത് മുള്ളുകളുള്ള ഒരു ബോൾ ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ ലോക്കിയുടെ കയ്യിലുള്ള റാഗ്നറുമായിട്ട് ക്ലാഷ് ചെയ്യുന്നുണ്ട്. ശേഷം ഇമു പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്ത് കറങ്ങി ലോക്കിയുടെ മുകളിലെത്തുന്നുണ്ട്. ലോക്കി ഇപ്പോൾ നോക്കി നിൽക്കുക, ഒമന്റെ ബ്ലാക്ക് ഫ്ലെയിംസ് വീണ്ടും ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഒരു വാള് പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. ഇപ്പോൾ അത് ലോക്കിയുടെ നെഞ്ചത്തേക്ക് കുത്തിത്തറച്ച് കയറ്റിയിരിക്കുകയാണ് ഇമു. സോ ഇപ്പോൾ സ്പോയിലേഴ്സിൽ പറഞ്ഞ പോലെ ഇമു ഒരു ബ്ലാക്ക് സോഡ് സമ്മൺ ചെയ്തതൊന്നുമല്ല, ആ ഒമന്റെ ഫ്ലെയിംസ് ഒരു സോഡ് പോലെ ട്രാൻസ്ഫോം ചെയ്തതാണ്. ആൻഡ് ആ അറ്റാക്കിന്റെ പേരാണ് നെമസിസ്, അതായത് ഡിവൈൻ പണിഷ്മെന്റ് ബ്ലേഡ് എന്ന് പറയും. ഇപ്പോൾ ഇമു ഈ ചെയ്ത അറ്റാക്കിന് മിഹ്വാക്കിന്റെ ആ അറ്റാക്കുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇപ്പോൾ ആ അറ്റാക്ക് ഏറ്റിട്ട് നല്ലപോലെ പരിക്കേറ്റ് ലോക്കിയാണെങ്കിലും താഴെ വീഴുന്നുണ്ട്. ഇമു ഇപ്പോൾ ലോക്കിയോട് പറയുന്നുണ്ട്, അസാധാരണമായ ഒരു ശക്തി ലഭിക്കുക എന്നുള്ളത് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ആഗ്രഹം എളുപ്പത്തിൽ നിറവേറ്റണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അതൊരിക്കലും ഒരു നേരായ വഴിയല്ല. ഇപ്പോൾ ഇത് പറയുമ്പോൾ അടുത്ത ഏതോ ഒരു അറ്റാക്കിന് തയ്യാറെടുക്കാനായിട്ട് ഇമു ഇങ്ങനെ പറന്നു പൊങ്ങുന്നതും കാണാം. ഇമു ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ആ കറപ്റ്റഡ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ്. ഒരാൾ അയാളുടെ ഫ്രീ വില്ല് ഒരു കോവനന്റിന് കീഴിൽ, അതായത് ഒരു കോൺട്രാക്റ്റിന് കീഴിൽ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിലൂടെ ഇമു ഡീമൻസ് ആക്കി മാറ്റിയ ഹരാൾഡിനെയും പിന്നെ ഡോറിയെയും ബ്രോഗിയും ഒക്കെ കാണിക്കുന്നുണ്ട് സൈഡിൽ. ഇപ്പോൾ ഇമു വീണ്ടും ആ ഒമൻ ഫ്ലെയിം ആ മുള്ളുകളുള്ള ബോളാക്കി മാറ്റിയിട്ട് അതിങ്ങനെ കറക്കി ലോക്കിക്ക് നേരെ വീശാനായിട്ട് പോവാണ്. ലോക്കിയും റാഗ്നർ എടുത്ത് അടുത്തൊരു അറ്റാക്കിന് തയ്യാറാവുന്നുണ്ട്.
ഇമു ആണെങ്കിൽ ഈ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതിനോടെല്ലാമുള്ള അമിതമായ ആസക്തി മനുഷ്യരെ പവറിലേക്ക് നയിക്കും. സോ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡീമോണിക് ആയിട്ടുള്ള ഒരു പവർ കിട്ടണമെങ്കിൽ അതിന് ഞാൻ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1 സ്ട്രെങ്ത്, 2 ആ സ്ട്രെങ്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, 3 കോൺട്രാക്ട്സ്. ഇത് 3ഉം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് അവിടെ ഡൊമിനിയൻ ആധിപത്യം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ട് ഇമു ലോക്കിയെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ റാഗ്നറും ഓമനും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. ലോക്കി ആണെങ്കിൽ ഇങ്ങനെ തെറിച്ച് പുറകിലേക്ക് വീഴുന്നു. ഇമു ഇപ്പോൾ ലോക്കിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ആ പവർ തരട്ടെ, ദൈവത്തിൻ്റെ പവർ. അതുമൂലം ഒരൊറ്റ നിമിഷം കൊണ്ട് നിനക്ക് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പവർ ലഭിക്കും. ഇപ്പോൾ ഇങ്ങനെ പുറമോട്ട് മറിഞ്ഞു പോകുന്ന ലോക്കി സർവ്വശക്തി എടുത്ത് മുന്നോട്ടാഞ്ഞിട്ട് റാഗ്നർ വെച്ചിട്ട് ഇമു ഉള്ളിടത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അതിൻ്റെ ആ ശക്തി. ഇപ്പോൾ നോക്കിയാൽ നല്ല കിടിലിനൊരു അറ്റാക്കാണ് ലോക്കി അവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ആകെ ക്ഷീണിച്ച അവശനായിട്ട് ലോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ലോക്കി ഇപ്പോൾ അവിടെ ഇരുന്നോട് പറയുന്നുണ്ട്, അപ്പോൾ ഗോഡ്സ് ഡൊമിനിയൻ, അതായത് ദൈവത്തിൻ്റെ ആധിപത്യം, അതാണ് നീ പറഞ്ഞ പവർ അല്ലേ? പക്ഷേ എനിക്ക് നീ പറഞ്ഞതെല്ലാം കൂടി കേട്ടിട്ട് ഇത് ദൈവവുമായിട്ടുള്ളതല്ല, ചെകുത്താനുമായിട്ടുള്ള ഒരു ഡീല് പോലെ തോന്നുന്നു. ഇപ്പൊ അറ്റാക്ക് നടന്നിടത്തല്ല ഇമുവിന്റെ ആ ബ്ലാക്ക് ഫ്ലെയിംസ് ഇങ്ങനെ ചിതറി കിടക്കുന്നത് കാണാം. സോ ഗൈസ്, ഇമു വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമു ഇപ്പോൾ ലോക്കിയുടെ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഓ അപ്പോൾ നീ പറയുന്നത് ദൈവവും ചെകുത്താനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണോ? രണ്ടും ഒന്നല്ലേ? ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും ഈ കാലം നേശില്ലേന്ന് ആലോചിച്ചുകൊണ്ട് ലോക്കി റാഗ്നറും എടുത്തുകൊണ്ട് ഇമുവിന് നേരെ വീണ്ടും തിരിയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ദൈവവും ചെകുത്താനും ഒന്നാണോ രണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഒരിക്കലും ഒരുത്തന്റെ ആധിപത്യത്തിന്റെ കീഴിൽ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇമു ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു ഭരണാധികാരിയുടെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുമ്പോഴാണ് ഈ ലോകം തന്നെ ഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറുന്നതെന്ന്. പെട്ടെന്ന് ഇപ്പോൾ ഇമുവിൻ്റെ മനസ്സിലേക്ക് ഒരു പഴയ ചിത്രം വരുന്നു. അതൊരു സിൽവറ്റ് ആണ്. തലയിൽ സ്ട്രോ ഹാറ്റ് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് ജോയ് ബോയി ആണ്. തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു സിൽവറ്റും ഉണ്ട്. അതായത് നമ്മൾ ഈ ഫേസ് റിവീലിന് മുമ്പ് കാണുന്ന ഇമുവിൻ്റെ ആ സിൽവറ്റ് ഉണ്ടായിരുന്നില്ലേ, അതുപോലത്തെ ഒരെണ്ണം. പക്ഷേ ഇതിൽ തലയിൽ ക്രൗൺ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ 800 വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം. ഐഡിയോളജീസിലുള്ള വ്യത്യാസം ഇവരെ ശത്രുക്കളാക്കി മാറ്റി. അതേപോലെ തന്നെ ഇതിൽ ജോയ് ബോയിയുടെ ആ സിൽവറ്റ് ലൈവ് ആക്ഷനിൽ ലൂഫിയെ അവതരിപ്പിക്കുന്ന ഇനോക്കിയുടെ ആ ഒരു ഫേസ് വെച്ചിട്ടാണ് ഓടെ വരച്ചിരിക്കുന്നതെന്ന് കുറേ പോസ്റ്റ് ചെയ്യാൻ കണ്ടു. ശരിയാണ്, ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ പഴയ കാലത്തിൻ്റെ ഒരു ഗ്ലിംസ് പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് ഇമു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരിയല്ലേ? അത് ശരി തന്നെയല്ലേ ജോയ് ബോയ് എന്ന് ചോദിച്ച് ഇമു ഇപ്പോൾ അലറുന്നുണ്ട്. ലോക്കി ആണെങ്കിൽ ഇപ്പോൾ വീണ്ടും റാഗ്നർ കൊണ്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇമുവിൻ്റെ അലർച്ച എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അലർച്ചയായിരുന്നല്ലോ. സോ മാസീവ് എമൗണ്ട് ആയിട്ടുള്ള ഒരു ഹാക്കി അവിടെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാൾഡർ സ്കൂളിൻ്റെ അവിടെയൊക്കെ ആ ഹാക്കിയുടെ പ്രസൻസ് ചെല്ലുന്നു. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും അവിടെ ഇരുന്ന് നല്ല തീറ്റയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആഹാരം കുത്തി നിറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഇനിയും ഫുഡ് വേണം, കുറേ കഴിക്കണം, എന്നാലേ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടൂ. പക്ഷേ ഈ ഫുഡെല്ലാം കൂടി ഇപ്പോൾ തന്നെ ഹെവി ലോഡായല്ലോ, കുത്തി കയറ്റാനും പറ്റുന്നില്ല, ആകെ ശ്വാസം മുട്ടുന്നു. എന്നാലും ഇപ്പോൾ ഈ വന്നവൻ്റെ ഈ ഹാക്കി ഇതൊരു അന്യായ റേഞ്ചിലുള്ള ഹാക്കിയാണല്ലോ. ഇങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. സോ ഇവിടെ ഇരിക്കുന്ന ഈ ഫുഡെല്ലാം അടിച്ചു കയറ്റിയില്ലെങ്കിൽ ഈ കളിയിൽ ജയിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ലൂഫി അവിടെ ഫുഡിന് മുകളിൽ കയറി ഇരുന്നിട്ട് വാരി തിന്നോണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ തന്നെ തട്ടിച്ച് അത്യാവശ്യം നല്ല സൈസിലായിട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ജോയ് ബോയിയുടെ ഒക്കെ കാര്യം ആലോചിച്ച് ഒന്ന് കണക്ഷൻ വിട്ടു നിന്ന ഇമുവിനെ ലോക്കി ആണെങ്കിൽ ഇപ്പോൾ ആ റാഗ്നർ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ലോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ കൂളായിട്ട് പല ചിന്തകളിൽ മുഴുകി അലസമായിട്ട് നിൽക്കുന്നത്? എനിക്ക് കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നായിരിക്കും നിന്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തടാ എന്നും പറഞ്ഞിട്ട് ലോക്കി ഇപ്പോൾ ആ റാഗ്നർ വെച്ചിട്ട് ഇമുവിനെ അടിച്ച് ആ ആദം ട്രീയിൽ കൊണ്ട് പറ്റിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇമു ഇങ്ങനെ ആദം ട്രീയിൽ പേസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇമു അടുത്തൊരു സംഭവം കാണുന്നത്. അതായത് ലോക്കി ആ നിധോഗ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിധോഗ് എന്ന് പറഞ്ഞ് ഇമു ഇങ്ങനെ ഞെട്ടുന്നുകൊണ്ട് ലോക്കി ആണെങ്കിൽ ഒരു ബീം ഇമുവിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. ഇമു ഇപ്പോൾ ആ ഓമൻ അറ്റാക്കിനായിട്ട് കൈ റെഡിയാക്കുന്നുണ്ട്. സോ ഇപ്പോൾ വലിയൊരു ഇടിമിന്നലിൻ്റെ ബീം, അതായത് ആ തോർഹെയിം അറ്റാക്ക് ഇമു ഉള്ളിടത്തേക്ക് ലോക്കി ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇമു ഇപ്പോൾ ആ ഒമൻ്റെ ഒരു ബാരിയർ വെച്ചിട്ട് അതങ്ങ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ തിരിച്ചു വന്നു അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇമു യാതൊരു പേടിയില്ലാതെ ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ഇമു ഇവിടെ പറയുന്നത് നിധോഗിനെ പറ്റി തന്നെയാണ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ചെറിയൊരു ചാപ്റ്ററും ആയിരുന്നു. അതേപോലെ തന്നെ ലോക്കിയും പിന്നെ ഇമുവും തമ്മിലുള്ള ഫൈറ്റിൽ തന്നെയാണ് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് കാണിച്ചതിലാണെങ്കിൽ ഇമ്മുവിൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് ജോയ് ബോയ് നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അവർ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിൽ കൂടുതൽ അറിയണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ മിക്കവാറും ലൂഫിയൊക്കെ വരും. ഈ ഫൈറ്റ് കുറച്ചുകൂടെ കിടിലമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ്. പിന്നെ അടുത്ത ആഴ്ച ഓടയുടെ വക ബ്രേക്ക് ഇല്ല, പക്ഷേ മാഗസിൻ ബ്രേക്ക് ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് ചാപ്റ്റർ കിട്ടില്ല, അതിൻ്റെ അടുത്ത ആഴ്ചയെ കിട്ടൂ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും ബൈ ബൈ.